Hello everyone, welcome to CarX. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റോയൽ എൻഫീൽഡ് ഗറില്ല, അതായത് ഗറില്ല 450 എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡലാണ്. നമ്മുടെ ചാനലിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഒരു 2 വീലർ സെഗ്മെന്റിലേക്ക് വരുന്നത്. നമ്മൾ ഇതുവരെ നമ്മുടെ ചാനലിൽ 2 വീലർ സെഗ്മെന്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ ചാനലിൽ 2 വീലർ സെഗ്മെന്റിലൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പുതിയ മോഡലായ ഗറില്ലയുടെ നമ്മളിന്നൊരു വാക്ക് റൗണ്ട് വീഡിയോ ആണ്. നമ്മൾ ഉടനെ തന്നെ റൈഡ് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. ഇന്നിപ്പം ഈ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ലോഞ്ച് ആയിരുന്നു, ഷോറൂം ലോഞ്ച് ആയിരുന്നു. അപ്പോൾ ഇന്നിപ്പം റൈഡ് വെഹിക്കിൾ അവൈലബിൾ ആയിട്ടില്ല. അപ്പം നമ്മളൊരു വരുന്ന ഒരു കമ്മിങ് ഡേയ്സിൽ നമ്മൾ ഉടനെ തന്നെ റൈഡ് വീഡിയോ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ ഫ്രണ്ട് ലുക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഒരു പക്ക ആ ഒരു റോഡ്സ്റ്ററിന്റെ ആ ഒരു സെഗ്മെന്റിലേക്ക് വരുന്ന ഒരു വെഹിക്കിളാണ്. ആ ഒരു ഫ്രണ്ട് ലുക്സ് എന്ന് പറയുന്നത് നല്ല ഒരു മാസ്കുലിൻ ലുക്ക് തരുന്ന ഒരു ഫീലൊക്കെ തരുന്നുണ്ട്. നമ്മുടെ ഇപ്പോൾ ആ ഒരു ഹെഡ് ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹിമാലയൻ, അതായത് ഹിമാലയൻ 450 ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന ആ ഒരു വെഹിക്കിളിൽ വന്നേക്കുന്ന പോലെ തന്നെ ഒരു LED ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഒരു കുറച്ചുകൂടെ ഹിമാലയനേക്കാൾ ഒരു ചെറിയൊരു ടൈപ്പ് ആണെന്നേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് ആ LED ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത് അതേ സെയിം ആ ഒരു മോഡൽ തന്നെയാണ്. നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ട് LED ആ ഒരു ടൈപ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 40 mm വരുന്ന ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ സിസ്റ്റം ആണ് വരുന്നത്. അതിൽ നമുക്ക് ആ ഒരു ബൂട്ടൊക്കെ കൊടുത്തേക്കുന്നതാണ്. ഒരു കുറച്ചുകൂടെ ഒരു റഫ് ലുക്ക് കൊടുത്തിട്ടുണ്ട് വെഹിക്കിളിന്. പിന്നെ ഫ്രണ്ടിൽ വരുന്ന 17 ഇഞ്ചാണ്. നമുക്ക് പിന്നെ ഈ ഒരു ഗറില്ല നമുക്ക് 3 വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതായത് ഇതിപ്പോൾ നമുക്ക് ടോപ്പ് വേരിയന്റ് ആണ്. പിന്നെ ഇതിന്റെ തൊട്ട് താഴെ ഒരു വേരിയന്റ് കൂടെ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെ, അങ്ങനെ 3 വേരിയന്റ് വരുന്നുണ്ട്. ഇത് വന്നിട്ട് നമുക്ക് 3,28,000 രൂപയാണ് വരുന്നത്. മിഡ് വേരിയന്റ് വരുന്നത് 3,22,000 രൂപ, അങ്ങനെയാണ് വരുന്നത്. വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഈ സൈഡിൽ നോക്കി നമുക്ക് ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് ഇതിന്റെ മിഡ് വേരിയന്റ് ആണ്. മിഡ് വേരിയന്റിൽ വരുന്ന മെയിൻ വ്യത്യാസം പറഞ്ഞാൽ കളറിലുള്ള മാറ്റങ്ങളേ ഉള്ളൂ മിഡ് വേരിയന്റ് വരുന്നത്. ഇതിന്റെ തൊട്ട് താഴെ വരുന്ന ഏറ്റവും സ്റ്റാർട്ടിംഗ് വേരിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു TFT സ്ക്രീൻ, ആ സ്ക്രീനിലുള്ള വ്യത്യാസമായിരിക്കും നമുക്ക് വരുന്നത്. മറ്റേ അനലോഗ് ആയിരിക്കും. ഇത് രണ്ടിലും വരുന്നത് നമുക്ക് ഒരു ഡിജിറ്റൽ സ്ക്രീൻ ആയിരിക്കും. ഞാൻ സ്ക്രീൻ നമുക്ക് കാണിക്കാം. പിന്നെ നമുക്ക് വന്നിട്ട് ഈ ഒരു കളറിൽ വരുന്നത് നമുക്കൊരു ആ ഒരു ബ്ലൂ ഫിനിഷും കൂടെ ചേർന്നുള്ള രീതിയിൽ വൈറ്റും ആ ഒരു ബ്ലൂ സ്ട്രൈപ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അലോയ്സിൽ വന്നിട്ട് ആ ഒരു ബ്ലൂ കളറാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് 310 mm ഒരു ഡിസ്ക് ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. പിന്നെ നമുക്ക് ഹിമാലയനിൽ വരുന്ന ആ ഷെർപ്പ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വെഹിക്കിളും വന്നേക്കുന്നത്. 452cc ആണ് എഞ്ചിൻ വരുന്നത്. 40 bhp പവറും വരുന്നുണ്ട്. 40 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് എഞ്ചിനൊക്കെ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് ആയിട്ട് ആ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റോയൽ എൻഫീൽഡിനുള്ള ബാഡ്ജിങ് കാണാൻ പറ്റും. ടാങ്ക് ഫുള്ളി റീഡിസൈൻഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വേറെ വെഹിക്കിളിൽ നിന്നൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു ടാങ്കിന്റെ ഷേപ്പ് ഒക്കെ ആണെങ്കിലും നല്ല, നമുക്കിവിടെ ഒരു ലെഗ് ഒക്കെ പ്ലേസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ആ ഒരു ടാങ്കിന്റെ ഷേപ്പ് ഒക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഗറില്ല എന്നുള്ള 450 എന്നുള്ള ഒരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം. ആ ഒരു സ്ട്രൈപ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ബ്ലൂ ഫിനിഷ് ഒക്കെ പോയേക്കുന്നത്. പിന്നെ സീറ്റ് വന്നിട്ട് 780 mm ഒരു ഹൈറ്റ് വരുന്ന ഒരു സീറ്റാണ്. നമുക്ക് അത്യാവശ്യം നല്ല ഒരു കംഫർട്ടബിളി, വലിയ ഹൈറ്റ് ഇല്ലാത്തവർക്ക് പോലും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വന്ന് കയറി ഇരിക്കാവുന്ന രീതിയിലാണ്. വളരെ കംഫർട്ടബിളി ഇരിക്കാം. ഞാനൊരു 5.8 ഒക്കെ വരുന്ന രീതിയിലാണ് എൻ്റെ ഒരു ഹൈറ്റ് വരുന്നത്. പക്ഷെ എനിക്കാണെങ്കിൽ പോലും വളരെ കംഫർട്ടബിളി നമുക്ക് ഇരിക്കാം. ഹിമാലയൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഹൈറ്റ് വരുന്ന ഒരു വെഹിക്കിളാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈറ്റ് ആണ് വരുന്നത് സീറ്റിന് വരുന്നത്. പിന്നെ പില്ലിയന്റെ ഒരു സീറ്റ് പൊസിഷൻ വരുമ്പോൾ ഒരു കുറച്ച് ലീൻഡ് ആയിട്ടുള്ള രീതിയാണ്. പക്ഷെ ആ ഒരു ഡിസൈനിനെ പക്ഷെ ഒട്ടും ബാധിക്കുന്നില്ല. പക്ഷെ എങ്കിലും വലിയ കുഴപ്പമില്ല. ഒരു പില്ലിയൻ ഒരു എന്താ പറയുക, ഒരു അധികം സൈസ് ഇല്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിൾ ആയിരിക്കും. എങ്കിലും വലിയ മോശമില്ലാത്ത ഒരു രീതിയിലുള്ള ഒരു കംഫർട്ട് കിട്ടുന്ന രീതിയിലുള്ള ഒരു സീറ്റൊക്കെയാണ്. ഗ്രാബ് ഹാൻഡിലൊക്കെ നല്ല ഗ്ലോസി ഫിനിഷിലാണ് ഇവിടെ കട്ട് ചെയ്തുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്.
പിന്നെ ഈ ഫുഡ് പെഗിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിളി ഉള്ള രീതിയിൽ തന്നെയാണ് ഫുഡ് പെഗിന്റെ ഒരു പ്ലേസ്മെന്റ് വന്നിരിക്കുന്നത്. ഗിയർ ലിവർ സിസ്റ്റം ഒക്കെ ആണെങ്കിലും ഒത്തിരി ബാക്കിലോട്ടല്ലാത്ത രീതിയിൽ തന്നെയാണ്, വളരെ കംഫർട്ടബിളി ആ ഒരു ഇതാണ്. പിന്നെ അപ്രൈറ്റ് പൊസിഷൻ ആണ്, നമുക്കൊരു റൈഡിന്റെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഇരുത്തൊക്കെ വരുന്ന ഒരു അപ്രൈറ്റ് പൊസിഷൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ഇവിടെ സാരി ഗാർഡൊക്കെ കൊടുത്തേക്കുന്നത് വളരെ നീറ്റ്ലി ആണ് കൊടുത്തേക്കുന്നത് തന്നെ പറയാം. വളരെ ഒതുക്കി ആ ഒരു രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷോക്ക് വരുന്ന മോണോ ഷോക്കാണ് വെഹിക്കിളിന് വരുന്നത്, നമുക്ക് പ്ലേസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ റിയറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. എനിക്കിത് പെട്ടെന്ന് ഫീൽ ചെയ്തത് നമ്മുടെ പോർഷൻ 911 ഒക്കെ റിയർ ഡിസൈൻ ടെയിൽ എൻഡ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമുക്ക് ലൈറ്റ്സ് ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇതിൽ സ്പ്ലിറ്റ് അപ്പ് ആയിട്ടുള്ള രീതിയിലാണ്, ഇപ്പോഴത്തെ വെഹിക്കിളിലെല്ലാം വരുന്ന പോലെ തന്നെയാണ് ഇതിലാണ് നമുക്ക് ആ ഒരു ടെയിൽ ലാമ്പ് കൊടുത്തേക്കുന്നത്. ഇൻഡിക്കേറ്റർ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ കാണിച്ചു തരണ്ടേ, ഈ ഒരു രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് 270 mm ഒരു റിയർ ഡിസ്കും വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് 270 mm ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ ടയേഴ്സ് രണ്ടും C8ന്റെ ഗ്രിപ്പെക്സ് എന്ന് പറയുന്ന ഒരു ടയറാണ് കൊടുത്തേക്കുന്നത് വെഹിക്കിളിന് രണ്ടും. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ TFT സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ നമുക്കെല്ലാം വിശദമായിട്ടെല്ലാം അറിയാൻ പറ്റും. നമുക്ക് മൊബൈൽ കണക്ടിവിറ്റിയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് GPS അങ്ങനെയുള്ള നമ്മുടെ ഫോണിൽ വരുന്ന കോൾസിൻ്റെ ഡീറ്റെയിൽസ്, മെസ്സേജ് അങ്ങനെയൊക്കെയുള്ള റിമൈൻഡറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടി ഇവിടെ നമുക്ക് മോഡ് വരുന്നുണ്ട്. ഒരു എക്കോ മോഡ് നമുക്ക് വേണമെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ABS വരുന്നുണ്ട് വെഹിക്കിളിൽ. പിന്നെ നമ്മുടെ ഈ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും വളരെ കംഫർട്ടബിളി ഉള്ള രീതിയിൽ തന്നെയുള്ള ഒരു ഗ്രിപ്പൊക്കെയാണ്, നമുക്ക് വളരെ കംഫർട്ടായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു മൊത്തത്തിലുള്ള ഒരു ഹാൻഡിൽ ബാർ ഒക്കെ ആണെങ്കിലും ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അപ്രൈറ്റ് പൊസിഷനാണ് വെഹിക്കിൾ തരുന്നത്. പിന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഒരു 160 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വെഹിക്കിളിന് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഇങ്ങനത്തെ ഒരു റോഡ്സ്റ്റർ ബൈക്സിനൊക്കെ ആ ഒരു രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് ടാങ്ക് വന്നിട്ട് 11 ലിറ്ററാണ് ടാങ്ക് വരുന്നത്. പിന്നെ നമുക്ക് ആ ഒരു റിയർ നമ്മുടെ മിറേഴ്സ് ഒക്കെ വരുന്നത് ഈ രീതിയിലാണ്. പിന്നെ നോർമൽ മിറേഴ്സ് ആണ്, ഇത് ഒരു അക്സറീസ് ആയിട്ട് വന്നേക്കുന്നതാണ് ഈ ഒരു രീതിയിൽ വന്നേക്കുന്നത്. നമുക്ക് ആ ഒരു റൗണ്ടഡ് മിറേഴ്സ് ആണ് വരുന്നത് വെഹിക്കിളിൽ. ഇവിടെ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ഒരു USB പോർട്ട് കൊടുത്തേക്കുന്നത് കാണാം. നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും ഒക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗറില്ല 450യുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഇന്ന് ഈ വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കെയ്സൺ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമാണ്. നമ്മുടെ വൈറ്റ്ലയിൽ തന്നെയാണ് ഈ ഷോറൂം വന്നിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് ടെസ്റ്റ് റൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഞാൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഗറില്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 9999 DP, അതായത് ഡൗൺ പേയ്മെന്റിൽ നമുക്ക് ഈ വെഹിക്കിൾ ഇറക്കാൻ പറ്റും. മന്ത്ലി ഒരു 8,000 ഒക്കെ വരത്തുള്ളൂ EMI. അപ്പം അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഒരു ഓഫർ എടുക്കാൻ നോക്കുക. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ തുടക്കകാലത്ത് മാത്രം ആ രീതിയല്ല, ചിലപ്പം അങ്ങോട്ടും കാണും, എങ്കിൽ നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.